പ്രിയമുള്ളവരെ, നമ്മുടെ മഹാത്മാഗാന്ധിയെയും വന്ദേ മാതരത്തെയും ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് മോഡി അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ലാത്ത പാർട്ടി, പിന്നെ 240 സീറ്റ് മേടിച്ച പാർട്ടി BJP 400 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരുമെന്ന് ഘോരഘോരം പ്രസംഗിച്ച നരേന്ദ്രമോദി 240 ലോക്സഭാ മണ്ഡലത്തിൽ കേവല ഭൂരിപക്ഷം മാത്രം നേടിയ പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയാം. ഇന്ത്യയെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പറയുന്നത് ഇന്ത്യ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതുവരെ ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കുന്ന പരിപാടിയാണ് ഇവിടെ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ ബീഹാറിലും ആന്ധ്രയിലുമുള്ള MP-മാർ ജയിച്ചിട്ട് അവർക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തെ ടാക്സ് മൊത്തം പിരിച്ച് അവിടെ കൊണ്ട് കൊട്ടുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. കേരളത്തിന് എയിംസ് ഇല്ല, കേരളത്തിന് ഒരു ഉറുപ്പ് പോലും ഇവിടെ അനുവദിച്ചിട്ടില്ല. ആമ എഴയുന്നു എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ആമ എഴയുന്ന പോലെയാണ് കേരള സംസ്ഥാനത്തെ കാര്യം. എയിംസ് ഇല്ല, പിന്നെ മെഡിക്കൽ കോളേജുകളൊന്നും പ്രവർത്തനരഹിതമാണ്. പിന്നെ നമ്മുടെ ഈ റെയിൽവേക്ക് CPM ബജറ്റിൽ തുക വകയിരുത്തുകയും അതിവേഗ റെയിൽവേ വരുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അതൊന്നും ഇവിടെ ഫണ്ട് വയ്ക്കാതെ, കേരളത്തിന് ഒരു നയാ പൈസ കൊടുക്കാതെ BJP തിക്കുമുട്ടിക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. ഇത് വിരോധാഭാസമാണ്. കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ടാക്സ് GST പിരിച്ചു പോയി അവിടുന്ന് അത് കിട്ടേണ്ട വിഹിതം കിട്ടാതെ കേരളത്തെ തിക്കുമുട്ടിക്കുന്ന ഈ നടപടി, തെറ്റായ നടപടി, സുപ്രീം കോടതി ഇടപെട്ട് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഇതിന് സമരം പല പ്രാവശ്യം ചെയ്തിട്ടും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പല പ്രാവശ്യം സമരം ചെയ്തിട്ടും ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ധിക്കാരപരമായ നരേന്ദ്രമോദിയുടെ പ്രവർത്തനം വന്ദേ മാതരം എന്ന ഗാനത്തെ ഇല്ലാതാക്കുന്ന പരിപാടി. വന്ദേ മാതരം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സംവിധാനത്തെ തച്ചുടയ്ക്കുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നപ്പോൾ അദ്ദേഹം കുറുവടിയും ഇതുമായിട്ട് ബ്രിട്ടീഷുകാരെ തുരത്തുകയും ഉണ്ടായി. പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം മേടിച്ചു തന്ന മഹാത്മാഗാന്ധിയെ പോലും അവഹേളിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP. പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുകയും അതിൽ നിന്ന് 125 ദിവസം പണി കൊടുക്കും എന്ന് പറയുന്ന വീരവാദത്തെ അടിക്കുന്ന നരേന്ദ്രമോദി, നിങ്ങൾ 125 ദിവസമല്ല പണി കൊടുക്കുന്നത്, അവർക്ക് ജനങ്ങളെ തിക്കുമുട്ടിക്കുന്നതാണ് ചെയ്യുന്നത്. ഡീസൽ പെട്രോൾ വില കോൺഗ്രസ് ഭരിക്കുമ്പോൾ വെറും 72 രൂപ 65 രൂപയായിരുന്നു. 50 റുപ്പീസ് കാ പെട്രോൾ ഡീസൽ മിലേഗ എന്ന് പറഞ്ഞു. എന്നാൽ 50 ഉറുപ്പിക്ക് പെട്രോൾ കിട്ടുന്നതിന് പകരം 100 രൂപ കൊടുത്താൽ 1 ലിറ്റർ പെട്രോൾ കിട്ടാത്ത അവസ്ഥയാണ്. അത് എന്തൊരു തെറ്റായ കീഴ്വഴക്കമാണ് ഇവർ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം എല്ലാവരും ഉറച്ചു നിന്ന് കൈച്ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചാൽ മാത്രമേ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പണിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ നാടിൻ്റെ നട്ടലായി ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് 140 കോടി ജനവും ഇവിടെ ഒപ്പം നിൽക്കുന്നുണ്ട്. കള്ളവോട്ടും തട്ടിപ്പ് വോട്ടുകളെല്ലാം നടത്തി ആർക്ക് വോട്ട് ചെയ്താലും BJPക്ക് വോട്ട് വീഴുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ജനങ്ങൾ തെറ്റായ നടപടിയിൽ നിന്ന് BJPയെ മാറ്റി നിർത്തി ക്രിസ്ത്യാനിക്കുമില്ല, ഹിന്ദുവിനുമില്ല, മുസ്ലിമിനുമില്ല, ഒരാൾക്കും നേട്ടമില്ല. നരേന്ദ്രമോദിക്കും അവരുടെ ആളുകൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കുമാണ് നേട്ടമുള്ളത്. 2000 രൂപ അടിച്ചേൽപ്പിച്ച് കൊണ്ടുപോകുന്നു. ആ 2000 രൂപ എവിടെ? 500 രൂപ നേരത്തെ ഉണ്ടായിരുന്നു. അത് വേറെ ഇതിൽ കൂടെ പ്രിൻ്റിൽ കൂടെ നിലനിർത്തി 1000 രൂപ ഉണ്ടായിരുന്നു. എത്ര നല്ല നോട്ടുകളായിരുന്നു. ആ നോട്ടുകളെല്ലാം നിരോധിച്ച് കൊറോണ കാലത്ത് വളരെ ദുഷ്ടലാക്കോട് ചെയ്ത ഈ മഹാൻ പാത്രം തല്ലിയാൽ കൊറോണ മാറുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇയാളെ തിരിച്ചറിഞ്ഞ്, ഈ നരേന്ദ്രമോദിയെ തിരിച്ചറിഞ്ഞ് ജനം കോൺഗ്രസിനോടൊപ്പം അണിനിരക്കണമെന്നാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് പരിപാടി കണ്ട് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി താഴ്മയോട് അപേക്ഷിച്ചു കൊള്ളുന്നു. ജയ് ഹിന്ദ്.